ഹലോ മക്കളെ, വെൽക്കം ടു Eduport. ഓക്കെ, നമുക്ക് ഈ ഒരു വീക്കിൽ കുറച്ചധികം ലീവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെല്ലാം ലീവുകൾ അടിച്ചു പൊളിക്കുന്നുണ്ടാവും. ഓക്കെ, കൂടെ നമ്മളെ പഠനവും മറക്കണ്ട. ഓക്കെ, നോക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായ, എന്നാൽ ഏറ്റവും അധികം മക്കൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു വെച്ചോ. ഫസ്റ്റ് ഓഫ് ഓൾ ടോപ്പിക്ക് നോക്കൂ നിങ്ങൾ. എന്താ മക്കൾ ടോപ്പിക്കിൻ്റെ പേര് മക്കളെ? സെൻറ്റൻസ് എന്നാണ്. മക്കൾ ടോപ്പിക്കിൻ്റെ പേര് പറയുമ്പോൾ മക്കൾ എന്താണ്? സെൻറ്റൻസ്. എന്താ മക്കളെ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സർവ്വസാധാരണ കാണാറുണ്ട്, നമ്മൾ സർവ്വസാധാരണ കേൾക്കാറുണ്ട്. എന്താണ് സെൻറ്റൻസ്? രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസും വാട്ട് ഈസ് മീൻ ബൈ സെൻറ്റൻസ്. ഓക്കെ, ടൈപ്സ് ഓഫ് സെൻറ്റൻസും പിന്നെ പറ എന്താണ് സെൻറ്റൻസും. ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എത്ര വിധം സെൻറ്റൻസ് ഇംഗ്ലീഷിലുണ്ട്? ദർ ആർ 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്. ഹൗ മെനി ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്? 4. ദെൻ നെക്സ്റ്റ് വൺ, എന്താണ് സെൻറ്റൻസ്? വാട്ട് ഈസ് മീൻ ബൈ സെൻറ്റൻസ്? സോ ദ ആൻസർ ഈസ് sentence is a group of words. Sentence means a group of words. Okay, which makes a complete sense. Which make complete sense. പൂർണ്ണമായ അർത്ഥം നൽകുന്ന, പൂർണ്ണമായ മീനിങ് നൽകുന്ന, കംപ്ലീറ്റ് മീനിങ് നൽകുന്ന ഒരു കൂട്ടം പദങ്ങൾ അടങ്ങിയതിനെ നമുക്ക് എന്ത് വിളിക്കാം? സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ എന്താ മക്കളെ സെൻറ്റൻസ്? പറ. ഒരു ടീച്ചർ, ഒരു അധ്യാപകൻ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് സെൻസ്. പൂർണ്ണമായ മീനിങ്, സെൻസ്, അർത്ഥം നൽകുന്നതിന് നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? സെൻറ്റൻസ് എന്ന് എന്ത് ചെയ്യാം? വിളിക്കാം. ഓക്കെ, ദെൻ ഹൗ മെനി ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ഇൻ ഇംഗ്ലീഷ്? പറ. 4. There are 4 type of English in 4 type of sentence in English. There are 4 type of sentence in English. 4 types. First one, look at the board. നോക്കൂ, ഈ വേർഡിൻ്റെ മീനിങ് കൃത്യമായി, ഈ കൃത്യമായി ഈ വാക്കുകൾ പഠിച്ചു വെച്ചോളാം. ഫസ്റ്റ് വൺ, അസർട്ടീവ് സെൻറ്റൻസ്. അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. വൺസ് അഗെയിൻ അസർട്ടീവ് എന്ന് വിളിക്കാം. ദെൻ അതിനെ തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. ഓർ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? ഏറ്റവും സിമ്പിളായ വാക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാം. എന്താ മക്കളെ? പറ. സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എത്ര ടൈപ്പ് സെൻറ്റൻസ് മക്കളെ? 4. ഫസ്റ്റ് വൺ അസർട്ടീവ് സെൻറ്റൻസ് ഓർ ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. എന്താണ്? ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ദെൻ തേർഡ് വൺ ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. ഇമ്പരേറ്റീവ് സെൻറ്റൻസ്. നെക്സ്റ്റ് വൺ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 ടൈപ്പ് സെൻറ്റൻസ്. ഇവ ഓരോന്ന് ഏതാണ്, എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എക്സാമിന് നമുക്ക് ആവശ്യമാണ്, മാർക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനിയോ അത് ഈ വർഷവും അടുത്ത വർഷം നമ്മൾ ശ്രദ്ധിച്ചുകൊള്ളണേ. അപ്പോൾ ഇതാണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസും എന്താണ് സെൻറ്റൻസും. സെൻറ്റൻസ് മീൻസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് എ കംപ്ലീറ്റ് മീനിങ്. സോ നോ. നെക്സ്റ്റ് വൺ ഓർത്ത് വെച്ചോ, 4 ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. അസർട്ടീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ഇൻട്രോഗേറ്റീവ്, ഇമ്പരേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. സെറ്റാണോ? പറഞ്ഞ് മനസ്സിലായല്ലോ? അടുത്ത ടോപ്പിക്കിലോട്ട് പോയാലോ? ഇതിൻ്റെ ഭാഗമായ ഒരു ചെറിയൊരു ഭാഗം ഒന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാവുന്നതെന്നും കൂടെ പറഞ്ഞാലോ? നോക്കൂ, എങ്ങനെ മക്കൾ നോർമലി ഒരു സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യുക? നോർമലി ഒരു സെൻറ്റൻസ് എങ്ങനെ മക്കളെ ഫോം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് സബ്ജക്റ്റ് നോക്കണം. സബ്ജക്റ്റ് ഉണ്ടാവും, സബ്ജക്റ്റ് കാണും. ദെൻ വേർബ് കാണും. വേർബ് നിങ്ങൾക്കറിയാം വേർബ് എന്താണെന്നുള്ളത്. ദെൻ ഒബ്ജക്റ്റ് കാണും. നോർമലി സെൻറ്റൻസ് ഉണ്ടാവുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സബ്ജക്റ്റിലെ യെസ് നമുക്ക് ഇങ്ങോട്ട് എഴുതാം, യെസ്. ദെൻ വേർബിലെ വിയെ നമുക്ക് ഇങ്ങനെ എഴുതാം, കൂടും. ദെൻ ഒബ്ജക്റ്റിലെ ഓയെയും എഴുതാം. അപ്പോൾ യെസ് പ്ലസ് വി പ്ലസ് ഒ. നോർമലി ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്നത് അങ്ങനെയാണ്, അല്ലാതെ ഉണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അപ്പോൾ നോർമലി ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പോൾ മക്കളെ എന്താവും? സബ്ജക്റ്റ്. നിങ്ങൾ സബ്ജക്റ്റ് എന്ന് കേൾക്കുമ്പം എക്സാമിന് നമ്മൾ കേൾക്കുമ്പോൾ പലപ്പോഴും സബ്ജക്റ്റ് വിഷയം എന്നാണ് അല്ലേ?
നമ്മുടെ ടോപ്പിക് അതല്ല, സബ്ജക്റ്റ് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കും. ചില മക്കൾ അബദ്ധം ചെയ്യാറുണ്ട്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ആ പ്രവൃത്തി ചെയ്യുന്ന ആളെ കർത്താവ് എന്നതിൻ്റെ മലയാളം വിളിക്കും. ദെൻ അദ്ദേഹത്തിൻ്റെ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഒരു സെൻറ്റൻസിൽ ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് അയാൾ നമുക്ക് എന്ത് വിളിക്കാം മക്കളെ? സബ്ജക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് വിഷയമെന്നല്ല ഇവിടുത്തെ അർത്ഥം, കർത്താവ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സെൻറ്റൻസിൽ ആരുണ്ടാവും മക്കളെ? സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? വേർബ് ഉണ്ടാവും, പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടാവും. നോർമലി അങ്ങനെ. ചിലപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ നോക്കൂ, ഹി എന്നുള്ളത് ഒരു സബ്ജക്റ്റാണ്. ഈറ്റ്സ് എന്ന് പറഞ്ഞാൽ തിന്നുക എന്നുള്ളൊരു പ്രവൃത്തിയാണ്. തിന്ന വസ്തുവാണ് മാംഗോ എന്ന് പറയുന്ന വസ്തു. അപ്പോൾ നോക്കൂ, ഈ സെൻറ്റൻസിൻ്റെ പാറ്റേൺ നോക്കൂ, എസ് വി ഒ അല്ലേ? യെസ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഒരു സെൻറ്റൻസിൽ എന്തുണ്ടാവും? സബ്ജക്റ്റ് ഉണ്ടാവും, പിന്നെ ആരുണ്ടാവും? വേർബ് ഉണ്ടാവും, ദെൻ ഒബ്ജക്റ്റ്, ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാനുണ്ട്. ദെൻ സംടൈംസ് ചിലപ്പോൾ ചില സെൻറ്റൻസിൽ മക്കളെ സബ്ജക്റ്റും വേർബും മാത്രമേ ഉണ്ടാവുള്ളൂ. സബ്ജക്റ്റും പിന്നെ വേർബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നോക്കൂ, ബോയ്സ് പ്ലേ, ആൺകുട്ടികൾ കളിക്കുന്നു. രാഹുൽ റൈഡ്സ്, രാഹുൽ എഴുതുന്നു. ബോയ്സ് എന്നുള്ള മക്കൾ എന്താണ്? സബ്ജക്റ്റാണ്. പ്ലേ എന്നുള്ള എന്താണ്? ഒരു പ്രവൃത്തിയാണ്, വേർബാണ്. ദെൻ രാഹുൽ എന്നുള്ള ഒരാളെ പേരാണ്, സബ്ജക്റ്റാണ് സെൻറ്റൻസിൽ. ദെൻ അയാൾ ചെയ്ത പണി എന്താണ്? റൈഡ്സ്, എഴുതുക എന്നുള്ള പണിയാണ്. സോ നോ. നെക്സ്റ്റ് നോക്കുന്നത് മേ ബി സം സെൻറ്റൻസ് സ്റ്റാർട്ട് ഇൻ എ വേർബ്. ചിലപ്പോൾ വേർബിൽ മാത്രം തുടങ്ങുന്ന ചില സെൻറ്റൻസ് ഉണ്ട്. വെർബിൽ മാത്രം തുടങ്ങുന്ന ചില സെൻറ്റൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണ് മക്കളെ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ശ്രദ്ധിച്ചോ, വേർബിൽ മാത്രം തുടങ്ങുന്ന സെൻറ്റൻസ്. ഷട്ട് അപ്പ്, വായ പൂട്ടട എന്ന് പറയാറില്ലേ? ദെൻ സ്റ്റഡി വെൽ, എപ്പോഴും പറയുന്നതാണ്, നന്നായി പഠിക്കടാ ഇല്ലേ? യെസ്. ഇവ എന്തിലാ ആരംഭിച്ച മക്കളെ? പറ, വെർബിൽ. അപ്പോൾ വെർബിലും എന്ത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്? സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് വരും ക്ലാസ്സുകൾ എന്ത് ചെയ്യാം? തരം തിരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എത്ര ടൈപ്പ് സെൻറ്റൻസ് മക്കളെ ഇംഗ്ലീഷിൽ മക്കളെ? എല്ലാവരും പറ. 4 ടൈപ്സ് അല്ലേ? എല്ലാവർക്കും അറിയാലോ മക്കളെ. ഒന്ന് നോക്കുന്നത് അസർട്ടീവ്, ഡിക്ലറേറ്റീവ്, ഇമ്പറേറ്റീവ് അല്ലെ, എക്സ്ക്ലമേറ്ററി. ദെൻ നെക്സ്റ്റ് വൺ ഓർത്തു വെച്ചു നിങ്ങൾ, എന്താണ് സെൻറ്റൻസ്? സെൻറ്റൻസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ് ഓർ കംപ്ലീറ്റ് മീനിങ്. സോ നോ. ദെൻ നോർമലി ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുമ്പം നിങ്ങൾ ആലോചിക്കുക, ആരുണ്ടാവും മക്കളെ? സബ്ജക്റ്റ്, പിന്നെ ആരുണ്ടാവും? വേർബ്, പിന്നെ ആരുണ്ടാവും? ഒബ്ജക്റ്റ്. ഇത് മറക്കല്ലേ, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഞാൻ സബ്ജക്റ്റ് ഇല്ലാതെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സെൻറ്റൻസ് എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ. ദെൻ അതേപോലെ തന്നെ ഓർത്തോ, സബ്ജക്റ്റും വെർബും മാത്രമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? സെൻറ്റൻസ് എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ സെൻറ്റൻസുകൾ എന്ത് ചെയ്യാറുണ്ട്? ഫോം ചെയ്യാറുണ്ട്. അവിടെ കൃത്യമായി മക്കളെ ഈ സെൻറ്റൻസ് ഏതൊക്കെ ടൈപ്പാണെന്നും എന്താണ് സെൻറ്റൻസ് എന്നും നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തോ? പഠിച്ചു വെച്ചോ ഈ ഒരു വീഡിയോയിലൂടെ. സെറ്റാണോ മക്കളെ? സെറ്റാണോ? ആണോ? ആണെങ്കിൽ ഓക്കെ മക്കളെ, ബൈ. താങ്ക് യു.